പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഡോക്ടർ സ്മിത. ഇന്ന് സമീകൃത ആഹാരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കാം. അതിനു മുൻപ് ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് എല്ലാ വർഷവും നമ്മൾ പോഷകാഹാര വാരമായി ആഘോഷിക്കുന്നത് സെപ്റ്റംബറിലാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനും നിലനിൽപ്പിനും പോഷകാഹാരം വഹിക്കുന്ന പങ്കെന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവയുടെ കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ തടയുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. വർഷം തോറും വ്യത്യസ്ത പ്രമേയമായി മുന്നേറുന്ന ഈ സംരംഭത്തിൻ്റെ ഈ വർഷത്തെ തീമാണ് ഈറ്റിംഗ് സ്മാർട്ട് റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് എന്നത്. അതായത് ഒരു കുട്ടിയുടെ ജനനം മുതൽ വളർച്ചയുടെ ഓരോ പടവുകളിലും സമീകൃത ആഹാരത്തിൻ്റെ സ്വാധീനം എന്താണെന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ ഭക്ഷണരീതി തുടക്കത്തിലേ ശീലിപ്പിക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, സമീകൃത ആഹാരം എന്താണെന്ന്. അതായത് ഭക്ഷണത്തിലെ വ്യത്യസ്ത ഘടകങ്ങളായ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ അന്നജം, പ്രോട്ടീൻസ് അഥവാ മാംസ്യം, ഫാറ്റ്സ് അഥവാ കൊഴുപ്പ്, വൈറ്റമിൻസ്, മിനറൽസ് എന്നിവയ്ക്കൊപ്പം ജലവും ശരിയായ അളവിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആഹാരമാണ് സമീകൃത ആഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക്, പ്രതിരോധശേഷിക്ക്, തലച്ചോറിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് തുടങ്ങി ഒട്ടുമിക്ക പ്രക്രിയകൾക്കും സമീകൃത ആഹാരം കൂടിയേ തീരൂ. അവയുടെ കുറവാണ് അടിക്കടി രോഗങ്ങൾ ഉണ്ടാകുന്നതിനും വിളർച്ചയ്ക്കും പഠനത്തിലെ ശ്രദ്ധക്കുറവിനും ഒക്കെ കാരണമാകുന്നത്. പോഷകാഹാരത്തിൻ്റെ കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ ഗർഭിണികളെയും പ്രായമുള്ളവരെയും നല്ല രീതിയിൽ ബാധിക്കാറുമുണ്ട്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമായതിനാൽ ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ തൻ്റെ കുട്ടിക്ക് വേണ്ടതെന്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരമാവധി ശ്രമിക്കാറുമുണ്ട്. എന്നാൽ കുട്ടികൾ വളർന്ന് അവരുടെ അഭിരുചികളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ വളർത്തിയെടുത്ത ആഹാരശീലങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വിദേശ നാടുകളിലെ ഭക്ഷ്യ സംസ്കാരം സ്വീകരിക്കുവാൻ തയ്യാറാവുന്നു എന്നതിന് തെളിവാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ അടിക്കടി ഉയരുന്ന ഫാസ്റ്റ് ഫുഡ് സെൻറ്റേഴ്സ് സൂചിപ്പിക്കുന്നത്. എന്ന് കരുതി ഞാൻ ആ സംസ്കാരത്തെ നിഷേധിക്കുകയാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ അത് ഉൾക്കൊണ്ടപ്പോൾ അവയ്ക്കൊപ്പം സ്വീകരിക്കേണ്ട മറ്റൊരു വസ്തുത വിസ്മരിച്ചിരിക്കുകയാണ്. അതായത് വിദേശികൾ മത്സ്യമാംസാദികളോടൊപ്പം അതേ തോതിൽ പച്ചക്കറികൾ സാലഡ് രൂപത്തിൽ ഉപയോഗിക്കുന്നു എന്നത്. എന്താണ് അതിന് കാരണം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആഹാരം സമീകൃതമാക്കുവാൻ വേണ്ടിയാണ്. അതായത് മാംസവിഭവങ്ങൾ നമ്മളുടെ ശരീരത്തെ അസിഡിക് ആക്കുമ്പോൾ ആൽക്കലൈൻ സ്വഭാവമുള്ള സസ്യ ഉൽപ്പന്നങ്ങളിലൂടെ ശരീരത്തിൻ്റെ pH ന്യൂട്രൽ ആകുന്നതിനാൽ അവയ്ക്ക് പ്രവർത്തിക്കുവാൻ അനുയോജ്യമായ ഒരു പരിതസ്ഥിതി സൃഷ്ടിക്കുവാൻ സമീകൃത ആഹാരത്തിന് കഴിയുന്നു. ഇവയുടെ ബാലൻസ് തെറ്റുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. മാത്രമല്ല, ഈ കോവിഡ് പശ്ചാത്തലത്തിൽ ശ്രദ്ധയാർജിച്ച ഓൺലൈൻ പഠനത്തിലൂടെ കുട്ടികളുടെ ശരിയായ ദിനചര്യ നഷ്ടപ്പെടുകയും അവരുടെ ആഹാരരീതി പുഷ്ടിപ്പെടുകയും ചെയ്തതിനാൽ ഒട്ടുമിക്ക കുട്ടികളും പൊണ്ണത്തടി അഥവാ ഒബിസിറ്റിക്ക് വിധേയമായിരിക്കുകയാണ്. മാത്രമല്ല, വൈറ്റമിൻ ഡിയുടെ കുറവും നല്ല രീതിയിൽ കണ്ടുവരുന്നുണ്ട്. അമിതമായ ആഹാരവും വ്യായാമക്കുറവുമാണ് ഇതിന് കാരണമാകുന്നത്. ഈ പൊണ്ണത്തടിയാണ് പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും ഭാവിയിൽ വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് സമീകൃത ആഹാരത്തിൻ്റെ മഹത്വം എന്താണെന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മത്സ്യമാംസാദികളോടൊപ്പം തവിട് കലർന്ന ധാന്യങ്ങൾ, പാൽ, മുട്ട, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ നിർബന്ധമായി വ്യായാമത്തിന് പ്രേരിപ്പിക്കുന്നതിനൊപ്പം വൈറ്റമിൻ ഡിയുടെ കുറവ് നികത്തുന്നതിന് വേണ്ടി വെയിൽ കൊള്ളുന്നതിനും ശ്രദ്ധിക്കണം. അങ്ങനെ വ്യായാമമാകുന്ന രാജാവിനോടൊപ്പം പോഷകാഹാരമായ രാജ്ഞിയെ ചേർത്തുകൊണ്ട് ആരോഗ്യമുള്ള ഒരു സാമ്രാജ്യത്തെ നമ്മൾക്ക് സൃഷ്ടിക്കാം. നന്ദി.